നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളത്തെ നടുക്കി വീണ്ടും ഒരു കൊലപാതകം അരങ്ങേറിയിരിക്കുകയാണ്. പത്തനംതിട്ടയിലാണ് അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. ഗവി വനമേഖലയിലെ അങ്കണവാടിയിലെ ജീവനക്കാരി 30 വയസ്സുകാരിയായ ജീവനക്കാരിയെ വനത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഗവി മീനാറിലാണ് ഈ സംഭവം ഉണ്ടായത്. അങ്കണവാടി ജീവനക്കാരിയാണ് കൊല്ലപ്പെട്ടത്. മൂഴിയാർ സ്വദേശി വിനോദ് കുമാറാണ് പ്രതി. ഇയാൾ അങ്കണവാടി ജീവനക്കാരിയെ പിന്തുടർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. വാക്തർക്കം ഉണ്ടാകുന്നു. ഇത് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. താൻ പീഡിപ്പിച്ചില്ല എന്നാണ് വിനോദ് കുമാർ പറയുന്നത്. കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. കൊലപാതകം, അതായത് ഈ കൊടും ക്രൂരത ഇയാൾ ചെയ്തത് ഇയാളുടെ മകളെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ശേഷമാണ്. വനവിഭവങ്ങൾ ശേഖരിച്ച് വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന വ്യക്തിയാണ് വിനോദ് കുമാർ. ഇതിനായിട്ടാണ് ഇയാൾ മീനാറിൽ എത്തിയത്. അതായത് വനവിഭവങ്ങൾ ശേഖരിച്ച് വിൽപ്പനയ്ക്ക് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മീനാറിൽ ഇയാൾ എത്തുന്നത്. മീനാറിലെത്തിയ വിനോദ് കുമാർ ഈ യുവതി അങ്കണവാടിയിലേക്ക് പോകുന്ന സമയത്ത് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. ഈ സമയം വിനോദിനൊപ്പം ഇയാളുടെ പ്രായപൂർത്തിയാകാത്ത മകളും ഉണ്ടായിരുന്നു. മകളെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ശേഷം, അതായത് ഇപ്പോൾ അച്ഛൻ വരാമെന്ന് പറഞ്ഞ് മകളെ ബസ് സ്റ്റോപ്പിലാക്കിയ ശേഷമാണ് ഈ കൊടും ക്രൂരതയ്ക്ക് ഇയാൾ ഇറങ്ങി പുറപ്പെട്ടത്. ഇയാൾ ഈ യുവതിയെ പിന്തുടരുന്നു. 4 കിലോമീറ്ററോളം നടന്നാണ് യുവതി അങ്കണവാടിയിൽ ജോലിക്ക് എത്തുന്നത്. കൃത്യമായ നിരീക്ഷണം ഉണ്ടായിരുന്നു പ്രതിയുടെ ഭാഗത്ത് നിന്ന്. നിരീക്ഷണങ്ങൾക്ക് ഒടുവിലാണ് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. ഈ യുവതിയെ പിന്തുടർന്ന ശേഷം വിനോദ് വഴിയിൽ വെച്ചാണ് യുവതിയെ ആക്രമിച്ചത്. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം, ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല, ചുറ്റുപാടൊന്നും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത്. യുവതിയെ ആക്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും യുവതിയുടെ ഭാഗത്ത് നിന്നൊരു പ്രതിരോധം ഉണ്ടാകും. യുവതി അത്തരത്തിൽ പ്രതിരോധം നടത്തി. പ്രതിരോധിച്ചതോടെ വലിച്ചിഴച്ച് റോഡിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോയി തോട്ടിന്റെ കരയിൽ വെച്ച് ഉപദ്രവിച്ചു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയുടെ മൊഴി അത്തരത്തിലാണ്. യുവതി മരിച്ചു എന്ന് മനസ്സിലായതോടെ പ്രതി തിരികെ റോഡിലേക്ക് വന്ന് ബസ്സിൽ കയറി വണ്ടിപ്പെരിയാറിലേക്ക് മുങ്ങുകയായിരുന്നു. യുവതി അങ്കണവാടിയിൽ ജോലിക്ക് എത്താത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ഇതുവരെ വരേണ്ട സമയം കഴിഞ്ഞു, വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല, അങ്ങനെ എല്ലാവരും കൂടി തിരച്ചിൽ നടത്തുകയായിരുന്നു. മാത്രമല്ല ഒരു ഫോൺ കോളും ഏറെ നിർണായകമായി. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു ബന്ധുവിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു, സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. ഈ സമയത്താണ് അസ്വാഭാവികമായ ശബ്ദങ്ങൾ ഫോണിന്റെ മറുതലയ്ക്കൽ കേട്ടത്. ഇത് സംശയം തോന്നിയ ബന്ധുവിന്റെ ഇടപെടലും ഈ സംഭവത്തിൽ ഏറെ നിർണായകമായി മാറി. എന്തായാലും തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പീഡനമേറ്റ നിലയിൽ, ശരീരമാകെ മുറിവുകൾ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു മൃതദേഹം. അന്വേഷണത്തിനൊടുവിൽ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കൊലപാതകം നടന്ന ശേഷം വിനോദ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടെയാണ് വള്ളക്കടവ് ഫോറസ്റ്റ് ഓഫീസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് വനപാലകർ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ദൃക്സാക്ഷി പോലീസിന് നൽകിയ വിവരവും ഇയാളെ പിടികൂടുന്നതിൽ വലിയ വഴിത്തിരിവായി മാറി. പ്രതികളിൽ ഒരാൾ പത്തനംതിട്ട ഗവി റൂട്ടിൽ കുമളി ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായാണ് ദൃക്സാക്ഷി നൽകിയ വിവരം. ആ സമയത്ത് ഒരാൾ എന്ന് പറയാനേ സാധിച്ചുള്ളൂ. കാരണം കൂടുതൽ പേരുണ്ടോ, അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തതാണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ ബസ് തടഞ്ഞാൽ പ്രതിയെ കിട്ടുമെന്ന വിവരം ഈ ഒരു ദൃക്സാക്ഷി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അത്തരത്തിൽ നടത്തിയ സമയോചിതമായ ഇടപെടലിലൂടെയാണ് പ്രതിയെ വേഗത്തിൽ തന്നെ, അതായത് കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടാനും അല്ലെങ്കിൽ പ്രതിയിലേക്ക് എത്താനും സഹായകമായത്. എന്തായാലും ജീവനക്കാരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പീഡിപ്പിച്ചിട്ടില്ല എന്ന് പ്രതി പറയുന്നു. ബലാത്സംഗ കുറ്റം പ്രതി സമ്മതിച്ചിട്ടില്ല. ഇൻക്വസ്റ്റ് നടത്തിയതിൽ നിന്നും യുവതിയുടെ മൃതദേഹത്തിൽ വലിച്ചിഴച്ച പാടുകളും മുറിവുകളും കണ്ടെത്തി. വസ്ത്രമൊക്കെ കീറിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പീഡനം നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമായ വിവരം അറിയുവാൻ സാധിക്കുകയുള്ളൂ. പ്രതി വിനോദിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. വാക്ക് തർക്കത്തിനിടെ യുവതിയെ തള്ളിയപ്പോൾ തല കല്ലിലിടിച്ചു എന്നാണ് പ്രതി നൽകിയ മൊഴി. 2 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ തെളിവെടുപ്പിന് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ജനരോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിയെ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ. അതിക്രൂരമായ കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. ഒരു നിമിഷ നേരം കൊണ്ടൊരു ജീവനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ് കൊലപാതകം നടത്തിയത് എന്നത് പോലും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ഇന്നലെയായിരുന്നു പത്തനംതിട്ട ഗവിയിൽ വനത്തിൽ അങ്കണവാടി ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. രാവിലെ 8:30 വീട്ടിൽ നിന്നും 5 കിലോമീറ്ററോളം ദൂരെയുള്ള അങ്കണവാടിയിലേക്ക് പോകുന്നതിനിടെ പിന്നാലെ എത്തിയ വിനോദ് യുവതിയെ അപായപ്പെടുത്തുകയായിരുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാറാണ് ഈ കൊടും ക്രൂരത ചെയ്തത്. കുറ്റം സമ്മതിച്ചു പ്രതി. മാത്രമല്ല
രാവിലെ അങ്കണവാടിയിലേക്ക് യുവതി പോകുന്നതിനിടയിൽ സംസാരിച്ചു, യുവതിയെ കാണുകയുണ്ടായി, സംസാരിച്ചു. ഇതിനിടെ വാക്കുതർക്കമുണ്ടാകുന്നു. പക്ഷേ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് പ്രതി പോലീസിനോട് പറയുന്നു. വാക്കുതർക്കത്തിനിടെ പിടിച്ചു തള്ളിയപ്പോൾ തല കല്ലിലിടിച്ച് മരണപ്പെട്ടു എന്നാണ് പ്രതിയുടെ മൊഴി. മാത്രമല്ല 4 പേർ ചേർന്ന് യുവതിയെ വനത്തിലേക്ക് ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടുപോയെന്ന് പോലീസിന് ദൃക്സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരു മൊഴി ഇത്തരത്തിലാണ്: 4 പേർ ചേർന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി എന്നാണ്. എന്തായാലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇൻക്വസ്റ്റിന് ശേഷമുള്ള പോലീസ് വിലയിരുത്തൽ അനുസരിച്ചാണെങ്കിൽ ജീവനക്കാരി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ്. ഇനി ദൃക്സാക്ഷി നൽകിയ 4 പേരുടെ കാര്യം, അത് അത്തരത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു മൊഴി വന്നു ഈ സംഭവത്തിൽ? പ്രതി ഒരാളെ മാത്രമേ പിടികൂടിയിട്ടുള്ളൂ. പ്രതി ഒറ്റയ്ക്കാണ് ക്രൂരകൃത്യം ചെയ്തത് എന്ന് പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ 4 പേരുടെ കണക്കും അല്ലെങ്കിൽ ദൃക്സാക്ഷി കണ്ട കാഴ്ച എന്താണ് എന്നൊരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യക്തമായൊരു ചിത്രം എന്താണ് സംഭവിച്ചതെന്നതിനനുസരിച്ചുള്ള ചില കൃത്യമായ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ. മീനാർ അങ്കണവാടിയിലെ ഹെൽപ്പറായ തമിഴ്നാട് സ്വദേശി മേനക ആണ് മരിച്ചത്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ എന്തിന് ചെയ്തു? അത് വൈരാഗ്യമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതടക്കമുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. എന്ത് വാക്ക് തർക്കമാണ് ഇവർക്കിടയിൽ ഉണ്ടായത് എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഇയാൾ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു ഈ യുവതി എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായും വനത്തിനുള്ളിലൂടെയാണ് അങ്കണവാടിയിലേക്കുള്ള പാത. അതുകൊണ്ട് തന്നെ പ്രതിക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രൂര കൊലപാതകം ചെയ്യാൻ കാര്യങ്ങൾ എളുപ്പമായി എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. വഴിമധ്യയുള്ള തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അങ്കണവാടിയിലേക്ക് പോയി ഇവരെ എന്തോ കടിച്ചെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലുള്ള യുവതിയുടെ അച്ഛനെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. അച്ഛൻ തിരിച്ചു വിളിച്ചെങ്കിലും കിട്ടാതെ വന്നതോടെ വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം തോടിന് സമീപം കണ്ടെത്തിയത്. യുവതിയുടെ വസ്ത്രങ്ങൾ വലിച്ചൂരിയ നിലയിലായിരുന്നു. സ്ഥലത്ത് മൽപ്പിടുത്തം നടന്നതിന്റെ സൂചനയുള്ളതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. കുറ്റകൃത്യത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും തനിക്ക് യുവതിയെ നേരത്തെ പരിചയമുണ്ടായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞതായിട്ടാണ് സൂചനകൾ. എന്തായാലും വ്യക്തമായ വിവരം പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പ്രതി എത്തിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും ചിറ്റാർ SHOയും വണ്ടിപ്പെരിയാർ എത്തിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിനാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. എന്തായാലും വിനോദ് കുമാർ സമാന സ്വഭാവമുള്ള മറ്റൊരു സംഭവത്തിലും പ്രതിയായിട്ടുണ്ടെന്ന വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.